തേർഡ് മൊഡ്യൂൾ ആസിഡ്സ് ഫണ്ടമെൻ്റൽസ് ഓഫ് അനലിറ്റിക്കൽ കെമിസ്ട്രി എന്നാണ് നമ്മൾ പറയുന്നത്. മൊഡ്യൂളിൻ്റെ പേര് പിന്നെ നമ്മൾ എളുപ്പത്തിന് ആസിഡ്സ് ആൻഡ് ബേസസ് എന്ന് പറയും. ആസിഡ്സ്, ബേസസ്, pH, വോളിമെട്രിക് അനാലിസിസ്, പ്രോബ്ലം ഒക്കെ ഉള്ളൊരു ചാപ്റ്ററാണ്. പ്രോബ്ലം ഒക്കെ പറ്റാത്തവരങ്ങ് ഒഴിവാക്കുക. എന്തായാലും അതിൻ്റെ ഇക്വേഷനെങ്കിലും എഴുതിയിടുക. അല്ല, ആദ്യം തിയറീസ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് ആണ്. 3 തിയറി, വേറെ ഒന്നും ആലോചിക്കണം. 3 തിയറിയിൽ ആസിഡ് എന്താ, ബേസ് എന്താ, അത് മാത്രം ആലോചിച്ചാൽ മതി. അരീനിയസ് തിയറിയാണ് ആദ്യം നമ്മൾ പറഞ്ഞത്. അരീനിയസ് തിയറിയിൽ ആസിഡ് ലിബറേറ്റ്സ് H+ അയോൺ. ആസിഡ് ഈസ് പ്രോട്ടോൺ ഡോണർ. ബേസ് ലിബറേറ്റ്സ് OH- അയോൺ. ബേസ് ഈസ് എ ഹൈഡ്രോക്സൈഡ് അയോൺ ഡോണർ. അത്ര എഴുതുമ്പോൾ അരീനിയസ് തിയറിയായി. പിന്നെ H+ ആൻഡ് OH- കമ്പൈൻഡ് ഫോം വാട്ടർ. അല്ലെങ്കിൽ നമ്മൾ പണ്ട് കൊച്ചു ക്ലാസ്സിൽ പറയുന്നത് ആസിഡും ബേസും റിയാക്റ്റീവ് ഫോം സോൾട്ട് ആൻഡ് വാട്ടർ. അതാണ് അരീനിയസ് തിയറി. ലൂയിസ് തിയറിയിൽ ആസിഡ് is a substance that can accept lone pair of electron. ലോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്ത് കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കുന്നത് ആസിഡും, ലോൺ പെയർ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ള ആളിനെ ലൂയിസ് ബേസ് എന്നും വിളിക്കും. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ അമോണിയ വെച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾ എക്സാമ്പിൾ ഒന്നും എഴുതണ്ട, പക്ഷേ ഇത് എഴുതുക. ആസിഡ് ക്യാൻ accept lone pair of electron to form coordinate bond. Base can liberate lone pair of electron to form coordinate bond. ലൗറി ബ്രോൺസ്റ്റഡ് തിയറിയിൽ ആസിഡ് ലിബറേറ്റ്സ് H+ അയോൺ. അരീനിയസ് തിയറി പോലെ തന്നെ. ബേസ് അക്സെപ്റ്റ്സ് H+ അയോൺ. H+ കൊടുക്കുന്ന ആളിനെ ആസിഡ് എന്ന്, H+ സ്വീകരിക്കുന്ന ആളിനെ ബേസ് എന്ന് വിളിച്ചു. അപ്പം 3 തിയറിയിലും 3 തിയറി കമ്പയർ ചെയ്യുമ്പോൾ അരീനിയസ് തിയറിയിൽ മാത്രമേ ഉള്ളൂ ആസിഡും ബേസും ഡൊണേറ്റ് ചെയ്യുന്നത്. ആസിഡ് H+, ബേസ് OH-. ബാക്കി രണ്ടിലും ആസിഡും ബേസും സെയിം ആൾക്കാർ. ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് ആസിഡ്, ലിബറേറ്റ് ചെയ്യുന്നത് ബേസ്. ലൗറി ബ്രോൺസ്റ്റഡിൽ H+നെ കൊടുക്കുന്നത് ആസിഡ്, അക്സെപ്റ്റ് ചെയ്യുന്നത് ബേസ്. അങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. പിന്നെ നമ്മൾ ലൗറി ബ്രോൺസ്റ്റഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ഡെഫിനിഷൻ പഠിക്കുന്നുണ്ട്, കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. അത് എ പാർട്ടിൽ ക്വസ്റ്റ്യൻ കിട്ടാവുന്നതാണ്. കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആസിഡും ബേസും, കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. അപ്പോൾ അവിടെ ആസിഡും വേണം, ബേസും വേണം. ആസിഡ് ആൻഡ് ബേസ് ഡിഫർ ഒൺലി ബൈ എ പ്രോട്ടോൺ. ഒരൊറ്റ H+ൻ്റെ മാത്രം ഡിഫറൻസ് ഉള്ള ആസിഡിനെ ബേസിനെ ചേർത്ത് വിളിക്കുന്നതാണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. HCl-ഉം Cl-ഉം. എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ H+ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുമല്ലോ, Cl- കൂടെ H+ ഇട്ടാൽ HCl കിട്ടും. അങ്ങനെ ഒരൊറ്റ ആസിഡ് H+ൻ്റെ ഡിഫറൻസ് ഉള്ള ആസിഡ് ബേസിനെ നമ്മൾ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് വിളിക്കും. അത്രയാ. പിന്നെ അതിനകത്ത് എന്താ, വീക്ക് ആസിഡ്, സ്ട്രോങ് ആസിഡ് ഉണ്ട്, വീക്ക് ബേസ്, സ്ട്രോങ് ബേസ് ഉണ്ട്. കംപ്ലീറ്റ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് അയണൈസേഷൻ തരുന്നതിനെ സ്ട്രോങ് ആസിഡ് അല്ലെങ്കിൽ സ്ട്രോങ് ബേസ് എന്ന് പറയുന്നു. സൾഫ്യൂരിക് ആസിഡ്, HCl, NaOH, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ഇതൊക്കെ സ്ട്രോങ് ആസിഡ്സ് ആൻഡ് ബേസസ് ആണ്. വീക്ക് ആസിഡ്, വീക്ക് ബേസ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രം അയണൈസ് ചെയ്യുന്നതാണ് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. അസറ്റിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്, ഫെറിക് ഹൈഡ്രോക്സൈഡ്, ഇതൊക്കെ വീക്ക് ആസിഡ്സ് ആൻഡ് അമോണിയ ഹൈഡ്രോക്സൈഡ് വീക്ക് ബേസ് ആണ് എക്സാമ്പിൾസ്. പിന്നെ അസിഡിറ്റി, ബേസിസിറ്റി, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അത്രയൊക്കെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ഇക്വലൻ വെയിറ്റും ഒക്കെ പറഞ്ഞു പോകേണ്ടി വരും. അസിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എത്ര H+ ഉണ്ട് ഒരു ആസിഡിൽ നിന്ന് റീപ്ലേസ് ചെയ്യാവുന്ന H+ൻ്റെ എണ്ണത്തിന് അസിഡിറ്റി, റീപ്ലേസ് ചെയ്യുന്ന OH-ൻ്റെ എണ്ണത്തിന് ബേസിസിറ്റി എന്ന്, റീപ്ലേസ് ചെയ്യുന്ന H+ എണ്ണത്തിന് ബേസിസിറ്റി ഓഫ് ആസിഡ് എന്നും, റീപ്ലേസ് ചെയ്യാവുന്ന OH- എണ്ണത്തിന് അസിഡിറ്റി ഓഫ് ബേസ് എന്നും വിളിക്കും. ദെൻ അടുത്ത അത്രയും തിയറി പോർഷൻ അത്രയേ ഉള്ളൂ. ദെൻ നമ്മൾ അടുത്ത പോർഷനിലേക്ക് പോകുന്നത് pH ആണ്. pHൽ 3 ഡെഫിനിഷനാണ് ശരിക്കും നമ്മൾ പറയുന്നത്. ഫസ്റ്റ്, അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. ആ പേരിൽ തന്നെയുണ്ട് അയോണിക് പ്രോഡക്റ്റ് ഓഫ് അയോൺസ്. വാട്ടറിലുള്ള അയോൺസ് ഏതൊക്കെ? H+ ആൻഡ് OH-. സോ അയോണിക് പ്രോഡക്റ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺ ആൻഡ് OH- അയോൺ. വാട്ടറിലുള്ള അയോൺസായ H+ അയോണിൻ്റെയും OH- അയോണിൻ്റെ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റിനെ അയോണിക് പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നു. Kw = കോൺസെൻട്രേഷൻ. നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതും H+ ഇൻറ്റു സ്ക്വയർ ബ്രാക്കറ്റിൽ OH- എഴുതും. ഡെഫിനിഷൻ അറിയത്തില്ലെങ്കിൽ ഇക്വേഷനെങ്കിലും എഴുതുക. Kw = മോളാർ കോൺസെൻട്രേഷൻ. മോളാർ കോൺസെൻട്രേഷൻ എന്ന് എഴുതരുത്, സ്ക്വയർ ബ്രാക്കറ്റിൽ H+ എഴുതുക. അതിനോട് ചേർന്ന് തന്നെ സ്ക്വയർ ബ്രാക്കറ്റിൽ OH- എഴുതുക. അതിനെയാണ് അയോണിക് പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ദെൻ pH-ഉം pOH-ഉം ഡെഫിനിഷൻ ഇക്വേഷൻ തന്നെയാണ്. നെഗറ്റീവ് ലോഗരിതം ഓഫ് H+ കോൺസെൻട്രേഷൻ. POH = നെഗറ്റീവ് ലോഗരിതം ഓഫ് OH- കോൺസെൻട്രേഷൻ. പ്രോബ്ലം ചോദിച്ചാൽ ചെയ്യാൻ എളുപ്പമാണ്. pH-ൻ്റെ പ്രോബ്ലം ആണ്. H+ കോൺസെൻട്രേഷൻ എത്രയാണെന്ന് തരിക,
നിങ്ങൾ അത് 0.001 ആണെങ്കിൽ 10ൻ്റെ പവറിലേക്ക് കൺവേർട്ട് ചെയ്യുക. പവർ എത്രയാണോ അതായിരിക്കും pH എന്ന് പറയുന്നത്, അല്ല POH. ആസിഡിറ്റി ആണെങ്കിൽ pH ഡയറക്റ്റ് കാണുക, ബേസിൻ്റെ ആണെങ്കിൽ POH കണ്ടിട്ട് POH is equal to negative log OH minus concentration, എന്നിട്ട് അതിൻ്റെ വാല്യൂ pH plus POH is equal to 14 അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് pH. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ കിട്ടുമ്പോൾ നോക്കിക്കോളും, കിട്ടിയ pH 7ൽ കുറവാണെങ്കിൽ അത് ആസിഡാണ്. ക്വസ്റ്റ്യനിൽ നോക്കുക, ഒരു ബേസിൻ്റെ ആണ് ചോദിക്കുന്നതെങ്കിൽ ഒരിക്കലും 7ൽ കുറഞ്ഞൊരു വാല്യൂ കിട്ടത്തില്ല. അത് പ്രോബ്ലം ചെയ്യും, പ്രോബ്ലം അറിയത്തില്ലെങ്കിലും ഇക്വേഷൻ എഴുതിയിടുക. ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് pH, അതെല്ലാവരും എഴുതുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താ ആസിഡാണോ ബേസാണോ ചെക്ക് ചെയ്യാൻ വേണ്ടി, നേച്ചർ ഓഫ് മീഡിയം ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. പിന്നെ എന്താ ഷുഗർ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നു, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നു, വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ബ്ലഡിൻ്റെ pH ഒക്കെ നമ്മൾ പറയുന്നുണ്ട് 7.36 to 7.42 ആണ്. അതിൽ കൂടുതൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് സീരിയസ് ആണ്, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇലക്ട്രോ പ്ലേറ്റിംഗ് റിഫൈനിങ്ങിലൊക്കെ നമ്മൾ pH യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ബഫർ സൊല്യൂഷൻ, അത് ഉറപ്പാണ്, ക്വസ്റ്റ്യൻ ആണ്. ബഫർ സൊല്യൂഷൻ മീൻസ് സൊല്യൂഷൻ ദാറ്റ് ക്യാൻ റെസിസ്റ്റ് ദ ചേഞ്ച് ഇൻ ഒരു നമ്മളൊരു ഗ്ലാസ് പ്യുവർ വാട്ടർ എടുത്താൽ അതിൻ്റെ pH 7 ആണ്. അതിലേക്ക് കുറച്ച് ആസിഡ് ഒഴിച്ചാൽ അതിൻ്റെ pH കുറയും, ബേസ് ഒഴിച്ചാൽ pH കൂടും. ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ദാറ്റ് ക്യാൻ റെസിസ്റ്റ് ദ ചേഞ്ച്. അപ്പോൾ അങ്ങനെ കുറച്ച് എമൗണ്ട് ആസിഡോ ബേസോ ചെന്നാലും അങ്ങനെ ഉണ്ടാകാവുന്ന pHനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുള്ള സൊല്യൂഷൻസിനെയാണ് ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സൊല്യൂഷൻ ദാറ്റ് ക്യാൻ റെസിസ്റ്റ് ദ ചേഞ്ച് ഇൻ pH ബൈ ദ അഡീഷൻ ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ബേസ്. രണ്ട് ടൈപ്പ് ബഫർ ഉണ്ട്, അസിഡിക് ബഫർ ആൻഡ് ബേസിക് ബഫർ. അസിഡിക് ബഫർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ബഫർ മിക്സ്ചറാണ്, ഒന്നിച്ചേ നിൽക്കത്തുള്ളൂ, റെസിസ്റ്റ് ചെയ്യേണ്ട ആൾക്കാരല്ലേ. അപ്പോൾ എപ്പോഴും ഒരു മിക്സ്ചറാണ്. അസിഡിക് ബഫറിൽ രണ്ട് പേരെന്ന് പറഞ്ഞാൽ വീക്ക് ആസിഡും അതിൻ്റെ ഒരു സോൾട്ടും ആയിരിക്കും. ഒരു വീക്ക് ആസിഡ് അസറ്റിക് ആസിഡ്, അതിൻ്റെ സോൾട്ടായ സോഡിയം അസറ്റേറ്റ്, രണ്ടും കൂടി ചേർന്നിട്ടാണ് റെസിസ്റ്റ് ചെയ്യുന്നത്. ബേസിക് ബഫറിലപ്പോൾ ഒരു വീക്ക് ബേസും അതിൻ്റെ സോൾട്ടും, അമോണിയം ഹൈഡ്രോക്സൈഡ് അമോണിയം ക്ലോറൈഡ്, ആ മിക്സ്ചറാണ് റെസിസ്റ്റ് ചെയ്യുന്നത്. സോ ബഫർ സൊല്യൂഷൻ, ടൈപ്സ് ഓഫ് ബഫർ, എക്സാമ്പിൾ ഉറപ്പാണ് 6 മാർക്ക്. ബഫർ solution that can resist the change in pH by the addition of small amount of acid or base. Two types of buffer are there, acidic buffer and a basic buffer. Acidic buffer is a mixture of weak acid and its salt with a strong and its salt. Basic buffer is a mixture of weak base and its salt. Acidic buffer example acetic acid and sodium acetate. Basic buffer example ammonium hydroxide and ammonium chloride. അത്രയാകുമ്പോൾ pH പോർഷൻ കംപ്ലീറ്റ് ആയി. പിന്നെ ഇതിനകത്തുള്ളത് നമുക്ക് പ്രോബ്ലം പാർട്ടിലേക്ക് വരുന്നു. നോർമാലിറ്റി, മൊളാരിറ്റി, ഇൻഡിക്കേറ്റർ, ചോയ്സ് ഓഫ് ഇൻഡിക്കേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് എളുപ്പമുള്ള പോർഷൻ ഉണ്ട്. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ബാക്കി വോളിമെട്രിക് അനാലിസിസ്, ടൈട്രേഷൻ എന്നൊക്കെ അത് ജസ്റ്റ് പോവുക. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ കെമിക്കൽ that indicate a color change on reaching the end point. End point ആകുമ്പോൾ കളർ ചേഞ്ച് തരുന്നതാണ് ഇൻഡിക്കേറ്റർ. ചോയ്സ് ഓഫ് ഇൻഡിക്കേറ്റർ നമുക്കറിയാം, വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ആണ്. ആസിഡ് വീക്ക് ആണ്, ബേസ് സ്ട്രോങ് ആണെങ്കിൽ ഫിനോഫ്തലിൻ. ആസിഡ് സ്ട്രോങ്ങും ബേസ് വീക്കും ആണെങ്കിൽ മീഥൈൽ ഓറഞ്ച്. ആസിഡും ബേസും സ്ട്രോങ് ആണെങ്കിൽ രണ്ട് ഇൻഡിക്കേറ്ററിൽ ഏതും യൂസ് ചെയ്യാം. ആസിഡ് സ്ട്രോങ് ആണെങ്കിൽ മീഥൈൽ ഓറഞ്ച്, ബേസ് ആണ് സ്ട്രോങ് എങ്കിൽ ഫിനോഫ്തലിൻ. ആസിഡും ബേസും സ്ട്രോങ് ആണെങ്കിൽ ഫിനോഫ്തലിൻ അല്ലെങ്കിൽ മീഥൈൽ ഓറഞ്ച് യൂസ് ചെയ്യും. ആസിഡും ബേസും സ്ട്രോങ് അല്ല, രണ്ടുപേരും വീക്ക് ആണെങ്കിൽ റിയാക്ഷൻ ഇല്ല. അപ്പോൾ 3 എണ്ണേ ഉള്ളൂ ചോയ്സ് ഓഫ് ഇൻഡിക്കേറ്റർ. ദെൻ മൊളാരിറ്റി, നോർമാലിറ്റി, പിന്നെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. നമ്മൾ പറഞ്ഞ ഒരു സൊല്യൂഷൻ സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്ന സൊല്യൂഷൻ ഹൂസ് നോർമാലിറ്റി ഓർ കോൺസെൻട്രേഷൻ ഈസ് നോൺ. നമുക്ക് കോൺസെൻട്രേഷൻ അറിയാവുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ആ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ആണ് മൊളാരിറ്റി ആൻഡ് നോർമാലിറ്റി. ഡെഫിനിഷൻ അറിയത്തില്ലെങ്കിലും ഇക്വേഷൻ എഴുതി വെക്കുക, മാർക്ക് കിട്ടും. മൊളാരിറ്റി ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 liter ഓഫ് സൊല്യൂഷൻ. അത്രയും എഴുതിയില്ലെങ്കിൽ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു വെയ്റ്റ് പെർ ലിറ്റർ ഡിവൈഡ് ബൈ മോളിക്കുലാർ വെയ്റ്റ്. മതി, മാർക്കായി. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു വെയ്റ്റ് പെർ ലിറ്റർ, 1 ലിറ്ററിലുള്ള വെയ്റ്റിനെ അതിൻ്റെ മോളിക്കുലാർ വെയ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. Normality is the number of equivalents of solute present in 1 liter of solution. Normality is equal to weight per liter divided by equivalent weight. 1 ലിറ്ററിലുള്ള സൊല്യൂട്ടിൻ്റെ വെയ്റ്റിനെ അതിൻ്റെ ഇക്വലൻറ്റ് വെയ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നോർമാലിറ്റി ആയി. ഈ ഇക്വേഷൻ എഴുതിയാലും മാർക്ക് ഉറപ്പാണ്. ഡെഫിനിഷൻ ചോദിച്ചാൽ ഇക്വേഷൻ എഴുതുക. പിന്നെ
ഫൈൻഡ് ദ മൊളാരിറ്റിന്ന് നോർമാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഇക്വേഷൻ എഴുതുക. പ്രോബ്ലം കണ്ടാൽ ഇക്വേഷൻ എഴുതി വെക്കുക, അരമാർക്ക് അവിടെ. നിങ്ങൾ പ്രോബ്ലം ചെയ്തില്ലെങ്കിലും ഏത് പ്രോബ്ലത്തിലായാലും PHൻ്റെ പ്രോബ്ലം ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എഴുതുക. ഇതിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ ഇക്വേഷൻ എഴുതിയിടുക. 4 മാർക്കാണെങ്കിൽ അരമാർക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക്, 4 അല്ല 3 അല്ല എത്രയായാലും അരമാർക്കും അവിടെ വീണിരിക്കും. പിന്നെ ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞത് N1V1 = N2V2. അത് ഉറപ്പാണ്, നോക്കിയാൽ അറിയാം. 2 സൊല്യൂഷൻ്റെ പേര് തന്നാൽ അവിടെ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത് N1V1 = N2V2 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യണം. ആ ഇക്വേഷനും ഉപയോഗിക്കും. അത്രയാണ് തേർഡ് മൊഡ്യൂൾ. പ്രോബ്ലം കൂടുതലുള്ള പോർഷനാണ്. ഞാൻ പ്രോബ്ലം കവർ ചെയ്തിട്ടേ ഇല്ല, കാരണം അത് നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ അത്ര ബുദ്ധിമുട്ട് വരത്തില്ല. ഞാനിപ്പോൾ പറയുന്നില്ലെങ്കിലും ഒരു ടൈട്രേഷൻ ചെയ്യുന്ന എല്ലാവരും ടൈട്രേഷൻ ചെയ്തവരാണ്, എക്സ്പെരിമെൻറ്റ് ചെയ്തവരാണ്. ആ ടൈട്രേഷൻ ചെയ്യുന്ന രീതിയിൽ ആലോചിച്ച് തന്നിരിക്കുന്ന വാല്യൂസൊക്കെ എടുത്തെഴുതുക. N1 എത്ര, V1 എത്ര, അങ്ങനെയൊക്കെ എഴുതിയിട്ടാൽ ചിലപ്പോൾ പ്രോബ്ലം ചെയ്യാൻ പറ്റും. എന്തായാലും ഇക്വേഷൻ എന്തായാലും അവിടെ എഴുതിയിടും. അപ്പോൾ തേർഡ് മൊഡ്യൂൾ അത്രയേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. ഒന്ന് വായിച്ചുകൊണ്ട് കേട്ടോണ്ട് പോവുക. ഓക്കെ, താങ്ക് യു.